നമസ്കാരം. നമ്മളിന്നുള്ളത് പയ്യന്നടുത്ത് മാടക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇതൊരു പുതിയ വിഷയമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, മാടക്ക റിസോർട്ട് ഏരിയയിൽ ഒരു പവിത്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താമെന്ന്. അദ്ദേഹം ചെറുപ്പകാലത്ത് ഏകദേശം ഒരു 15 വയസ്സ് മുതൽ തന്നെ കായലും കടലും എല്ലായിട്ട് ബന്ധപ്പെട്ട് മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ കല്ലുമായക്കായ കൃഷി ചെയ്തു വരുന്നുണ്ട്. അത് കൂടാതെ ഞണ്ട് കൃഷിയും ചെയ്യുന്നുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ നമ്മൾ പവിത്രനോട് തന്നെ ചോദിക്കാം. പവിത്രട്ടെ, അതുകൊണ്ട് പവിത്രനോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം. എന്താണ് ഈ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കല്ലുമായക്കായ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 30 വർഷത്തിൽ ഏറെയായി. ഒരു നല്ലൊരു ജീവിത മാർഗ്ഗമാണത്. നമുക്ക് ഏത് വിധത്തിലും ഒരു വർഷം ജീവിക്കണം, നല്ല വൃത്തിയിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം വെച്ചാൽ ഇതിൻ്റെ നഷ്ടവും ലാഭവും ഉണ്ടാവും. നഷ്ടം എന്ന് പറയുമ്പോൾ വലിയൊരു നഷ്ടം ഇതുവരെ വന്നില്ല. എന്നാലും ഇവിടെ ജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കൂടാതെ മറ്റ് സാധാരണ കൃഷിക്കാരും മറ്റുള്ളവരെല്ലാവരും കൂടിയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അവർ നഷ്ടവും ലാഭം നോക്കിയിട്ടല്ല ചെയ്യുന്നത്, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്നു. കിട്ടിയിട്ടുണ്ട്, കിട്ടായില്ല, കിട്ടാത്ത വർഷം ഉണ്ടായിട്ടുണ്ട്, നഷ്ടം വന്ന വർഷം ഉണ്ടായിട്ടുണ്ട്. ഇത് തൃക്കരിപ്പൂര് മാടക്ക എന്ന് പറയുന്ന സ്ഥലം തൃക്കരിപ്പൂര് പഞ്ചായത്താ? അല്ല, ഇത് വലിയറമ്പ് പഞ്ചായത്താണ്. വലിയറമ്പ് പഞ്ചായത്ത് മാടക്ക എന്ന പ്രദേശം. മാടക്ക എന്ന പ്രദേശം. ഇവിടെ നിങ്ങൾ കൂടാതെ വേറെ ആരെങ്കിലും കല്ലുമാകി കൃഷി ചെയ്യുന്നുണ്ടോ? ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഈ പുഴയിലാണല്ലോ ഇത് ചെയ്തുകൊണ്ട് വരുന്നത്. അതെ. അപ്പൊ നിങ്ങൾ ഈ പഞ്ചായത്തിൽ നിങ്ങൾ എന്തെങ്കിലും ക്യാഷ് പൈസ കൊടുത്തിട്ടാണോ ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് പഞ്ചായത്ത് ഫ്രീ ആയിട്ട് അനുവദിച്ചതാണോ? ഫ്രീ അല്ല, പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ലൈസൻസ് എടുക്കണം. ലൈസൻസ് തുച്ഛമായ ഒരു പൈസ, ചെറിയൊരു പൈസ 25 രൂപ. 25 രൂപ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് നമുക്ക് തൽക്കാലത്തേക്ക് ലീസ് തരും. 6 മാസത്തേക്ക് ലീസ് തരും. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് വിളവെടുക്കാൻ കഴിയും. പറ്റും. 4 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ വിത്തിട്ട് കഴിഞ്ഞാൽ 4 മാസം മുതൽ 6 മാസം വരെയാണ് ഇതിന്റെ വിളവെടുപ്പിന്റെ സമയം അല്ലേ? ഇതാണ് നമ്മൾ കല്ലുമായ്ക്ക് കൃഷി ചെയ്യുന്ന സ്ഥലം. ഈ സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. ഇതിപ്പോൾ ഒരു 25 രൂപേൻ്റെ ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ്, അതായത് ഒരു 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയിലും നമുക്ക് കൃഷി ചെയ്യാം. അങ്ങനെയാണ് പഞ്ചായത്ത് അനുവദിക്കുന്നത്. പിന്നെ പല ആൾ അത് 10 മീറ്ററോളം ഉപയോഗിക്കുന്നില്ല, ചില ആൾ 10 മീറ്റർ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ആ പൈസ എല്ലാം കണക്ക് തന്നെയാണ് പഞ്ചായത്തിന് വരുന്ന. ആ സ്ഥലത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ കൃഷി ചെയ്യാം. കല്ലുമക്കായ കൃഷി ചെയ്യാം, മീൻ വേണമെങ്കിൽ മീൻ വളർത്താം, പിന്നെ ഞണ്ട് കൃഷി വേണമെങ്കിൽ ഞണ്ട് കൃഷി ചെയ്യാം. ഞണ്ട് കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഞണ്ട് കൃഷിയിൽ ഇപ്പൊ എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് അറിയാൻ കേട്ടൊന്നുമില്ല. ഞണ്ട് നമുക്ക് വാട്ടർ ക്രാബ് എന്ന് പറഞ്ഞ സംഭവം കിട്ടുന്നില്ല. ഓക്കെ. ഈ വാട്ടർ ക്രാബ് കിട്ടാത്ത ഒരു പ്രതിസന്ധി ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് സർക്കാർ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ? സർക്കാർ സഹായം ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ എന്നാ പറയുന്ന അവർ പറയുന്ന അതേപോലെ നമ്മൾ ചെയ്തിരിക്കണം. അതല്ലാണ്ട് നമ്മൾ ഇഷ്ടത്തിൽ ചെയ്യാൻ പറ്റൂല. കാരണം അവർ തരുന്ന ചെറിയ ബോക്സാണ്. ആ ബോക്സിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയൊരു എമൗണ്ട് വരും. ഇതാകുമ്പം ഇതാണ് ഞണ്ട്. ഞണ്ടിന്റെ ഇതാണല്ലേ? ഓക്കെ. ഞാൻ കൃഷി ചെയ്ത് ഞണ്ടിന്റെ ബോക്സ്. ഇത് മഡ് ക്രാബ് എന്ന് പറയുന്ന ഞണ്ടിന്റെ ഇതല്ലേ? വാട്ടർ ക്രാബ് ഇതിലിട്ടിട്ട് നമുക്ക് 20 ദിവസം മുതൽ 40 ദിവസം വരെ തീറ്റ കൊടുത്ത് വളർത്തും. ശരി. 20 ദിവസം മുതൽ 40 ദിവസം വരെ തീറ്റ കൊടുത്ത് വളർത്തിയിട്ട് അതിനെ മഡാക്കി മാറ്റിയതിനു ശേഷം നമ്മൾ ഇത് വിദേശത്തേക്കാണ് കയറ്റി അയക്കൽ എന്ന് പറയുന്ന കേട്ടിട്ടില്ല? ഇത് സിംഗപ്പൂര്, ചൈന എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ. ഈ സിംഗപ്പൂർ, ചൈനയിലൊക്കെ ഇത് വൻ ഡിമാൻഡാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ. ഇത് സർക്കാരിന്റെ ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസ് ആണല്ലേ? ഓക്കെ. ഇന്നുണ്ടല്ലോ, ഞായറാഴ്ച ഇത് ഉണ്ടല്ലോ? ഒരു മീലും ലീവില്ല, ഒരു ലീവിനും ലീവില്ല. എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ്. നമ്മള് കല്ലുമക്കായ കൃഷി ചെയ്യുന്ന പുഴയിലെ പ്ലാന്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ.
അവിടെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങോട്ട് അങ്ങോട്ട് പോകണ്ട, അധികം പോകണ്ട, എനിക്ക് കൈവേദന എടുക്കണം. അതാണ് നമ്മൾ പ്ലാന്റിലാണുള്ളത്. ഇപ്പോൾ ഈ പ്ലാന്റിലേക്ക് ഇതാ കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന പ്ലാന്റ് സന്ദർശിക്കുകയാണ്. റൗണ്ട് അടിച്ചിട്ട് സന്ദർശിക്കുകയാണ്. ദൂരെ പോകണ്ട, ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വരാം. ഇതാണ് കല്ലുമ്മക്കായ് പ്ലാന്റ്. കല്ലുമ്മക്കായ് കൃഷി ചെയ്യുന്ന പ്ലാന്റ് ആണിത് അല്ലേ പവിത്രേട്ടാ? ഈ മുളയില് കയറിട്ട് കെട്ടി തൂക്കിയിട്ടാണ് കല്ലുമ്മക്കായ് കൃഷി ചെയ്യുക അല്ലേ? ഇതിലെന്താ വിത്തിടോ? ഇതിനല്ല, ഇതിന് ആദ്യം വേണ്ടത് കമ്പിയും ഈ റോപ്പല്ലേ, ഇതിങ്ങോട്ട് യോജിപ്പിക്കലാണ്. കമ്പിയും തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷമാണ് കൃഷി തുടങ്ങുക. അത് സെൻട്രലായിട്ട് ഒരു ഭാഗത്ത് തിരിക്കും. ഇതിന്റെ മേലെ കമ്പ് നെറ്റ് വിരിച്ചതിന് ശേഷം കോട്ടൺ നെറ്റിൽ നമ്മളെ ക്ലോസ്. ഇതാണ് കല്ലുമ്മക്കായ്. കണ്ണൂരിലെ കല്ലുമ്മക്കായ് അല്ലേ? കയറുമ്മക്കായ്. കണ്ടില്ലേ, കല്ലുമ്മക്കായ് ആണത്. നല്ല ഉണ്ടല്ലേ, നല്ല വലിപ്പം ഉണ്ടല്ലേ, വിളവെടുക്കാൻ കഴിയും. ഇത് 4 മാസം ഏപ്രിൽ തുടങ്ങും. നെക്സ്റ്റ് ഏപ്രിലാണ് ഇനി വിളവെടുപ്പ് ഉണ്ടാവും അല്ലേ? ഓക്കേ. പവിത്രേട്ട, ഇത് നമ്മൾ ഇവിടെ മാർക്കറ്റ് എങ്ങനെയാണ് ഇതിന്റെ? മാർക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മാർക്കറ്റ് എന്ന് വെച്ചാൽ 1 കിലോന് 160 രൂപ സ്റ്റാർട്ടിംഗ്. കിലോ 160 രൂപ. ഇത് അതല്ല, ഇത് വിൽപ്പന നടത്ത പയ്യന്നൂർ ഏരിയയിലാണോ അല്ല വേറെ പുറത്തേക്ക് കൊണ്ടുപോകാം? അതും വിദേശത്തേക്ക് തന്നെ പോകുന്നത്? വലിയ വലിയ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടലിലേക്കെല്ലാം ഗോവയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. അല്ല, നല്ല പൂ പോലുള്ള കല്ലുമ്മക്കായ അല്ലേ? പവിത്രേട്ട, ഇത് പിന്നെ ഇതിന്റെ മുതൽ മുടക്ക് എങ്ങനെയാണ്? ഇത് നമ്മൾ മൊത്തം ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൊല്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെലവ് എത്രയാണ്? അത് നഷ്ടത്തിന്റെയും ലാഭത്തിന്റെയും ഇടയിൽ വരും. ഓക്കെ. ഇതെന്ന് വെച്ചാല് ഈ ഒരു കല ഇപ്പം കൃഷി ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് മൊത്തം ചെലവായത് വെച്ചാൽ 120 രൂപ ചെലവ്. ആ ഒരു കയറിന്റെ മുകളിൽ ചെയ്യാം. 120 രൂപ ചെലവ്. അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ വിത്ത് നിങ്ങൾക്ക് സർക്കാർ തരുന്നതാണോ അല്ല നിങ്ങൾ പ്രൈവറ്റ്? ഞങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാർ വഴി അവര് നമുക്ക് ഇത് ചെയ്ത് തരുന്നതാണ്, ഇറക്കി തരുന്നതാണ്. ഇവിടെ എല്ലാ വർഷത്തെക്കാളും ഇപ്രാവശ്യം വളരെയധികം വിലക്കുറവാണ്. 5500 രൂപ വരെ കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ അപ്പുറത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് 3200 തോതിലാണ് നമ്മൾ ഇപ്രാവശ്യം വിത്ത് ഇറക്കി കൊടുത്തത്. ഞാൻ വിത്ത് ഇറക്കി കൊടുക്കലുണ്ട്. നിങ്ങൾ വിത്ത് ഇറക്കി കൊടുക്കുന്നുണ്ട്, കർഷകർക്ക് വിത്ത് ഇറക്കി കൊടുക്കുന്നു അല്ലേ? അപ്പൊ നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കർഷകർക്ക് വിത്ത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് പവിത്രേട്ടന്റെ പിന്നെ കല്ലുമ്മക്കായ് കൃഷിയാണ് ഇപ്പം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞണ്ട് കൃഷിയാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം എല്ലാവർക്കും കല്ലുമ്മക്കായ് കൃഷിയെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞണ്ട് കൃഷിയെ കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് പവിത്രമായിട്ട് ഇതിന് മോട്ടർ ഉണ്ടല്ലേ, നമുക്ക് വേണമെങ്കിൽ തുഴയാതെയും വേണമെങ്കിൽ പോവാം. അങ്ങോട്ട് പോയത് അങ്ങനെ പോയത്. നല്ല മനോഹരമായ സ്ഥലമാണല്ലോ ഇത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത് പവിത്രേട്ട, ഇവിടെ നമ്മളെ നേവൽ അക്കാദമിന്നൊക്കെ ആള് ടൂറിസ്റ്റുകാർ വന്നിട്ട് ഇവിടെ സമയം ചെലവഴിക്കാറുണ്ടാ ഉണ്ടല്ലോ? ഈ ഹൗസ് ബോട്ട് കാര്യങ്ങളിലൊക്കെ, സ്പീഡ് ബോട്ട് റിസോർട്ട് കാര്യങ്ങളിലൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കായല് പിന്നെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ തന്നെയാണല്ലേ? മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ പവിത്രേട്ട, ഈ കാണുന്ന ഈ ദ്വീപ് ഇതാണ് തൃക്കരിപ്പൂർ കടപ്പുറാണല്ലേ? അത് കടലേരിയാണ്.
ഇതാണ് ഈ കാണുന്ന തൃക്കരിപ്പൂർ കടപ്പുറം. ഈ കടപ്പുറം എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡ് ആയിരിക്കും അല്ലേ? അതെ, കടലിന്റെ ഇതാ കര, അപ്പുറം കടൽ. ഓക്കെ ഓക്കെ. ആ വെള്ളം നിറയെല്ലാം കാണുന്നത് കടലാണ്. പിന്നെ നമ്മൾ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ കല്ലുമ്മക്കായ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കാനോ വിൽപ്പന നടത്താനോ അത് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും പാർട്ടി ഓർഡർ ഒക്കെ സ്വീകരിക്കും? ഓക്കെ. ആ പറഞ്ഞോ. ഇതൊരു യൂണിറ്റ് എന്ന് പറയാൻ ഗവൺമെന്റ് കണക്ക് 100 കൈ. ഞാനിപ്പം കാണിച്ച പോലത്തെ 100 എണ്ണം. 100 കയർ. 100 കയർ ചെയ്താൽ ഒരു യൂണിറ്റ് അല്ലേ? അത് ഒരു യൂണിറ്റിനാണ് ഇപ്പം ഗവൺമെന്റ് കൊടുക്കുന്ന 6000 രൂപ. 6000 രൂപ സബ്സിഡിയാ? ഓക്കെ. അപ്പൊ ഇത് സർക്കാർ ഇവിടെ വന്ന് പിന്നെ നോക്കുകയൊക്കെ ചെയ്യോ ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ? ഞാൻ തന്നെ അവരെ കൊണ്ടുപോകും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാ? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ഓക്കെ. പിന്നെ ആനുകൂല്യം പ്രാവശ്യം എന്ന് വെച്ചാൽ കുറെ കിട്ടി, ഞാൻ കിട്ടിയില്ല. അങ്ങനെ ഉണ്ടല്ലോ. എല്ലാ കാര്യം ഞാൻ ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനക്കും പിന്നെ കുറച്ച് കുറഞ്ഞ ഒരു 5-10 ആൾക്കാർക്ക് വേറെയും ആനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു യൂണിറ്റ് കൃഷി ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ച കയറും അതുമെല്ലാം കൂടിയിട്ട് ഒരു 12000 രൂപ അതിന്റെ മാത്രം ചെലവ്. ആ കയറിന്റെയും ആ കയറിന്റെയും പിന്നെ സ്റ്റേജ്, അതിന്റെ പിന്നെ തുന്നുന്ന ചെലവ്, കൂലി, ചായ, ഇതെല്ലാം കൂടിയിട്ട് ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 100 കൈ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ഒരു കർഷകർക്ക് 25000 രൂപ ചെലവ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നഷ്ടം വരുമ്പം അത് അതിൽ അവർ ഇട്ട മുതൽ അതില്ലാണ്ടാകുന്നുണ്ട്. ലാഭം കിട്ടുമ്പം അത് ചില സമയത്ത് അത്ര പോലും കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അതിലും കൂടുതൽ കിട്ടിയ സമയമുണ്ട്. ഇപ്രാവശ്യത്തെ എന്താണെന്ന് ഇനി ഇത് വിളവെടുപ്പിന് ശേഷം പറയാൻ പറ്റും. അപ്പൊ ഇത്ര ഇതിന് രോഗം വല്ലതും വരാൻ സാധ്യതയുണ്ടോ? ഈ കല്ലുമ്മക്കായ്ക്ക് രോഗങ്ങൾ എന്തെങ്കിലും വരാൻ? രോഗങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അപ്പുറത്തെ പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ പിന്നെ ഇത് കാഞ്ഞാമ്പോത്ത് എന്ന് പറഞ്ഞ സ്ഥലം ജെൽഫിഷ് എന്ന് പറയും. ജെൽഫിഷ്. അത് ഒരു വിഷാംശം ഉള്ള ഒരു സാധനമാണ്, ജീവിയാണല്ലേ. അതിന്റെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഇത് വായു കൊടുക്കുന്നുണ്ട്. പിന്നെ കഠിനമായ ചൂട്. കഠിനമായ ചൂടുണ്ടെങ്കിൽ ഇതിന് പ്രശ്നം ഫംഗസ് നഷ്ടം വരും. പകുതിയിലധികം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ ഓക്കെ. വെള്ളത്തിൽ ചൂട് വരും. വെള്ളത്തിൽ ചൂട് വരും. ഓക്കെ. അത് ഈ വെള്ളത്തിൽ ചൂട് വരുന്ന പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ, ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും അല്ലെ? മാർച്ചിൽ പിന്നെയും കുറവായിരിക്കും. എന്നാലും ഏപ്രിൽ മെയ് ആകുമ്പോൾ കഠിന ചൂടാവും. താപനില കൂടുമ്പോൾ 35-40 ഡിഗ്രി എല്ലാം വരുമ്പോൾ വെള്ളം ശരിക്കും ചൂട് തന്നെ ആവും. ഈ കാണുന്ന ഏരിയ നമ്മുടെ കൗവായി ആയിട്ട് വളരെ അടുത്ത സ്ഥലമാണ്. കൗവായി കായൽ തന്നെ. ഈ കാണുന്നതാണ് പിന്നെ ഹൗസ് ബോട്ട് പോകുന്ന ആ സ്ഥലമാണ് ഹൗസ് ബോട്ട്. ആ ഒറ്റപ്പെട്ട ഒരു ദ്വീപത. ഒറ്റപ്പെട്ട ദ്വീപ്. അത് കായലിന്റെ പേരും കൗവായി കായലിനാണ്. ഞണ്ടിന്റെ ഇതാണല്ലേ ഇത്? ഇതുപോലത്തെ ഡ്രമ്മുകളിലാണല്ലോ ഞണ്ടുകളെ വളർത്തല്? ഓക്കെ ഓക്കെ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയില് ഈ ഞണ്ട് കൃഷിനെ കുറിച്ചിട്ട്. ഇതിപ്പോ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ ഞണ്ട് കൃഷി? ഇതിലെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഞണ്ട് ഈ കിട്ടാനില്ല, വിത്ത് കിട്ടാനില്ല. ഈ വാട്ടർ ക്രാബ് കിട്ടാനില്ല, ആ ഒരു പ്രശ്നമുണ്ട്. അതിനാണ് എടുത്തിട്ട് ക്യാനിലിട്ടിട്ട് തീറ്റ കൊടുത്തിട്ട് 20 ദിവസം മുതൽ 40 ദിവസം വരെ നമ്മൾ വളർത്തും. അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്, ഈ വാട്ടർ ക്രാബ് നമുക്ക് എവിടുന്നാ കിട്ടുക? തോണിക്കാർ വിൽക്കുന്നത്. ഓ, തോണിക്കാറാണ് നിങ്ങൾക്ക് തരും? അവര് പിന്നെ അത് മഡല്ലെങ്കിൽ അവര് എന്നെ സമയം. ഈ വാട്ടർ ക്രാബ് എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അല്ല, അത് പിന്നെ തൂക്കം കുറവാ. എന്താ കുറവാകും, ഇറച്ചി ഉണ്ടാവില്ല, തൂക്കം കുറവായിരിക്കും. അതിന് നമ്മൾ ഈ ഡ്രമ്മിലിട്ടിട്ട് വളർത്തും 20 ദിവസം. അപ്പൊ ഇതിന്റെ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഓരോ ദിവസം രാവിലെ ഇതിന് വേണ്ടത് മത്തി കൊടുക്കും അല്ലെ? ഒരു ദിവസം എത്ര മത്തി കൊടുക്കും? ഒരു ദിവസം 5 മത്തി. എല്ലാ മത്തി മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും മീൻ കിട്ടുന്ന ഞണ്ടിന്റെ ചെറിയ ഞണ്ടിന്റെ കടിയേറ്റ മീനെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും അല്ലെ? അപ്പൊ നിങ്ങൾ ഉപയോഗിക്കാത്ത മീനായിരിക്കും ഇതിന് കൊടുക്കുക അല്ലെ? പവിത്രേട്ടനും നമ്മളും കൂടി കായലിൽ പോയിട്ട് ഞണ്ട് കൃഷി അത് വിളവെടുത്തിട്ട് വരികയാണ്. അത് നോക്കാം എത്ര വലിപ്പമായി നോക്കാം. എത്ര ദിവസം മാസമായി ഇതിനെ നിക്ഷേപിച്ചിട്ട്?
35 ദിവസമായി. 32 ദിവസം. 32 ദിവസമായി അല്ലേ? ഇത് 32 ദിവസമായി. ഇത് ഫുള്ള് പനിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അല്ലെങ്കിൽ 20 ദിവസം കൊണ്ടാകുന്നതാണ്. ഇതാ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണം, നോക്കാം ഇതിനുള്ളില് എത്ര ഞണ്ടുണ്ട്. കണ്ടോ കണ്ടോ, വലിയ ഞണ്ടാണ് അല്ലേ? വലിയ ഞണ്ടാണ്. ഇപ്പൊ വിളവെടുത്താണ്. കണ്ടോ, ഇപ്പൊ വിളവെടുത്ത ഞണ്ടാണിത്. നോക്കാം. വലിയ ഞണ്ട് കണ്ടോ. മാർക്കറ്റിൽ എത്ര വിലയുണ്ടാവും വിദേശത്തേക്ക് അയച്ചാൽ? ഇത് 2600 കിലോക്കാ അല്ല? ഇതിനൊന്ന് 1 കിലോക്കാണല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് 2600 രൂപ വില വരും ഇതിന്, ഈ ഞണ്ടിന്. ഇത് കാലിന് ഉപദ്രവിക്കോ? ഇത് ഉപദ്രവിക്കാൻ അതിനൊരു കടി കൊണ്ടാ മതി അല്ലെ? പിന്നെ തീർന്ന്. ഇതാണ് ഞണ്ട്. ഇതാണ് 2600 രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില വരുന്ന ഒരു സാധനമാണ്. ഇതിന് കിലോ വെയിറ്റ് കൂടുന്ന എത്ര വില മാർക്കറ്റിൽ വില കൂടും. അത് ഒരു ക്വാളിറ്റി, അതാണ് വില കൂടുന്നത്. വലിപ്പത്തിനനുസരിച്ചാണ്, തൂക്കത്തിനനുസരിച്ചാണ് ഇതിന് വില. കാലൊക്കെ തന്നെ ഉണ്ടാവും, ഒരു 1/4 കിലോ വലിപ്പം ഉണ്ടാവും അല്ലേ? ഇതെത്ര, 1 കിലോന് മേലെ ഉണ്ടാവില്ലേ? 1 കിലോന് മേലെ ഉണ്ടാവും. പവിത്രേട്ടന്റെ കല്ലുമ്മക്കായ കൃഷിയും ഞണ്ട് കൃഷിയും ഒക്കെ നമ്മൾ സുഹൃത്തുക്കൾക്ക് ആസ്വാദകരമായി കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇനിയിപ്പോ വിളവെടുപ്പ് ഒരു 6 മാസത്തിനുള്ളിൽ വിളവെടുപ്പ് നടക്കും. അന്നേരം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ലെ പവിത്രേട്ടാ? മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. പവിത്രേട്ടന്റെ ഇത് നമ്മൾ വിളവെടുപ്പ് ഏപ്രിൽ എങ്ങനെയാണ്? ഏപ്രിലാ. ആ സമയത്ത് നമുക്കൊരു വീഡിയോ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.